16-ാം അധ്യായം അതിന്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ചു. അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാമെന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവൻ പറഞ്ഞു. പിന്നെ അവൻ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവർ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. Today's my message is based on God's favor in the time of our midnight life experience. ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ വെളിപ്പെടുന്ന ആസ്പദമാക്കിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന് പ്രധാനമായി 3 മിഷണറി യാത്രകൾ നടത്തിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സംഭവം തന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ സംഭവിക്കുന്നതായ ഒരു കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 36 മുതൽ 18-22 വരെയുള്ള വാക്യങ്ങളിൽ, അഥവാ AD 50 മുതൽ 53 വരെയുള്ള കാലഘട്ടങ്ങളിൽ അത് അപ്പോസ്തലനായ പൗലോസ് തന്റെ 2ാം മിഷണറി യാത്ര നടത്തി. അങ്ങനെ തന്റെ 2ാം മിഷണറി യാത്രയുടെ പ്രാരംഭഘട്ടത്തിൽ സംഭവിച്ചതായ ഒരു കാര്യമാണ് നമുക്ക് വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. Apostle Paul had 3 different missionary journeys. This incident took place at the time of his 2nd missionary journey, which is mentioned in the book of Acts, chapter 36, verses through 18, chapter 18, verse 22. It took place in the time of AD 50 through 53 period time. Praise the Lord, hallelujah. God has miraculously used Apostle Paul in different ways to establish the churches wherever he went. Praise the Lord, hallelujah. He was a zealous Jew, but God Almighty, praise the Lord, appeared him in a spiritual way and called him for the ministry. Praise the Lord. From that day onwards, he was very obedient to the call of God, and with his whole life, he devoted for the mission journey and the gospel work. Praise the Lord, hallelujah. അങ്ങനെ അത് പൗലോസ് ശീലാസും തങ്ങളുടെ 2ാം മിഷണറി യാത്രകളുടെ ബന്ധത്തിൽ യൂറോപ്പിലെ ഫിലിപ്പെ പട്ടണത്തിലേക്ക് പ്രവേശിച്ചതായി നാം വായിക്കുന്നു. അത് യൂറോപ്പിൽ ആദ്യമായി ഉളവെടുത്തതായ സഭയാണ് ഫിലിപ്പെ പട്ടണത്തിലെ ദൈവത്തിന്റെ സഭ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. The Philippian church is the first church started by Apostle Paul, and it was a blessing for the whole community. Praise the Lord, hallelujah. God used Apostle Paul and Silas in a special way to establish a church in the city of Philippians. Praise the Lord, hallelujah. But the first convert we see in this chapter was Lydia, a person who involved in the business activities selling, praise the Lord, hallelujah, garments in the city. Praise the Lord. God converted that rich person and joined them with the Apostle Paul and Silas. As a result, God established a church in the house of Lydia in that city. Praise the Lord. അപ്പോസ്തലനായ പൗലോസ് ശീലാസും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് അത് അന്ധകാരം നിറഞ്ഞ യൂറോപ്പിന്റെ ഫിലിപ്പെ പട്ടണത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോട് ലുദിയായുടെ മാനസാന്തരത്തോടുകൂടെ അവരുടെ ഭവനം ദൈവത്തിന്റെ സഭയ്ക്കായി തുറന്നു കൊടുക്കുകയും അങ്ങനെ ദൈവത്തിന്റെ സഭ അവിടെ സ്ഥാപിതമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. She was a rich lady. She was selling in the business of expensive garments. Praise the Lord, hallelujah. In that process,
Apostle Paul began to preach the gospel, and God miraculously opened the heart and minds of that lady, and she became the first convert in the Europe continent. Praise the Lord. Hallelujah. അങ്ങനെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അത് പെട്ടെന്ന് അമാനുഷികമായ രീതിയിൽ ആ അന്ധകാരം നിറഞ്ഞ യൂറോപ്പ് പട്ടണത്തിൽ ആരംഭിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് ദൈവം ഉപയോഗിച്ചത് അത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെയാണ് തന്റെ അവനും ദൈവത്തിന്റെ സഭയ്ക്കായി തുറന്നു കൊടുത്ത അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് within a short period a strong church was originated, established in the city of Philippians. Praise the Lord. Apostle Paul and Silas, every day they went out from the house for the mission journey and preaching the gospel. Praise the Lord. All of a sudden something strange happened in their life. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അത് ദൈവത്താൽ നാം ഉപയോഗിക്കപ്പെടുമ്പോൾ തന്നെ, പ്രൈസ് ദി ലോർഡ്, അത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. When they are doing good for the Lord, unfavorable or unexpected things happen in their Christian missionary journey. Praise the Lord. Hallelujah. അപ്പോൾ ദൈവത്തിന് വേണ്ടി അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്ത് ആ അന്ധകാരം തന്നെ പട്ടണത്തിൽ കർത്താവിന്റെ അത് വിലപ്പെട്ടതായ സഭയ്ക്ക് അത് സ്തോത്രം അടിസ്ഥാനമിട്ടതായ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ പെട്ടെന്ന് അവരാഗ്രഹിക്കാത്തതായ പ്രതികൂലത്തിന്റെ അനുഭവം അവരുടെ ജീവിതത്തിന്റെ കടന്നു വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. When they were doing the ministry, all of a sudden something took place because of the healing of a demon-possessed girl. Praise the Lord. Hallelujah. A special kind of evil spirit was dominated in the life of that special girl, and she was telling the fortune, and because of that the masters earned a lot of money out of that. Praise the Lord. It was a business, profitable business in that time, foretelling the future for others. Praise the Lord. The masters of that lady was used through that lady and making lot of money out of that. Praise the Lord. And when Apostle Paul and Silas met that lady, she was began to praise them. That evil spirit saying to them, "You are God's people. You are the servant of God who proclaim the salvation." Praise the Lord. Hallelujah. That spirit continued to interfere and saying such things for them. Praise the Lord. അപ്പോസ്തലനായ പൗലോസും അത് ശീലാസും വിജയകരമായി ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സായാഹ്നത്തിൽ അത് ഈവിൾ സ്പിരിറ്റ് നിറഞ്ഞതായ ഒരു ബാലിക മുൻപോട്ട് കടന്നു വന്ന്, നിങ്ങൾ ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെന്നും രക്ഷാമാർഗം അറിയിക്കുന്നവരെന്നും ഉള്ളതായ കാര്യം പറഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല കാര്യമാണ് ആ ഈവിൾ സ്പിരിറ്റ് അവളിലൂടെ പറഞ്ഞതെങ്കിലും ദൈവത്തിന്റെ സ്തോത്രം അവളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ മനസ്സിലാക്കി അതിനെ റിബ്യൂക്ക് ചെയ്ത് അവളെ അതിൽ നിന്ന് വിടുവിക്കുക അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Even though the message was good, but the spirit behind was evil spirit. Therefore, with the special gift of Apostle Paul, of the Holy Spirit, he got the discerning spirit. Through that, Apostle Paul rebuked that spirit and healed that girl from that possession. Praise the Lord. Hallelujah. Because of that, the masters lost their profit. For അവളുടേതായ അശുദ്ധാത്മാവ് മാറിപ്പോയപ്പോൾ അതേ സ്തോത്രം അവളിലൂടെ അത് ധനമുണ്ടാക്കിയിരുന്ന വ്യക്തികൾക്ക് അത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് അത് പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പറഞ്ഞതിന്റെ താല്പര്യം, whenever we are doing great things for God, sometimes unexpected, unfavorable things may happen in our lives. Praise the Lord. കർത്താവിന് വേണ്ടി അത് ധീരമായി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ കർത്താവിൽ നാം സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേ സ്തോത്രം, പൗലോസിനെ പോലെ ശീലാസിനെ പോലെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്തതായ അത് ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്മേൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ we see that there is a terminology, there is a special idea in the word of God throughout from Genesis to Revelation.
whenever God pour His blessing upon a person, with that blessing, God kept a small teeth of pain along with that blessing. Praise the Lord. നമുക്കറിയാം, വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ അതെ ആരെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചുവോ ആ അനുഗ്രഹത്തോടുകൂടെ, പ്രൈസ് ദി ലോർഡ്, അതേ സ്തോത്രം, അനുഗ്രഹത്തോടുകൂടെ ഒരു പെയിൻ ദൈവം വെച്ച് അതെ ആ പാക്കേജ് നമ്മളെ ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. That pain is not for destroying us, but to, praise the Lord, hallelujah, establish us in the Christian faith. And whenever we are tasting God's favor and blessing, there is a tendency we may forget the giver of that gift. We give more priority to the gift rather than the giver. Praise the Lord, hallelujah. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും അതേ ദാനങ്ങളും നാം അനുഭവിക്കുമ്പോൾ പലപ്പോഴും അതിന്റെ പിന്നിലെ ദാതാവിനെ മറന്ന്, ദാനത്തെ സ്നേഹിച്ച് ദൈവത്തെ മറന്നു പോകുന്ന അനുഭവം ഉണ്ട്. അതുകൊണ്ട് അനുഗ്രഹത്തോടുകൂടെ അതേ ദൈവം ഒരു ചെറിയ പെയിന് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ അതേ അതിന്റെ മറുവശം നാം നോക്കുമ്പോൾ, with every pain there is a package of blessing along with that. Praise the Lord. അതേ നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല അതേ പെയിന്റെയും അതേ അനുഭവത്തിൽ അതിനോട് ചേർന്ന് ദൈവത്തിന്റെ അനുഗ്രഹമാകുന്ന മറ്റൊരു ഗിഫ്റ്റൂടെ ദൈവം അതെ കൂട്ടിയോജിപ്പിച്ച് നമുക്ക് ഏൽപ്പിക്കുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെ throughout the Bible, whoever used by God, we can see the same experience they went through in their life situation. Praise the Lord. Whenever we think about Joseph, he was a mighty man of God. Praise the Lord. Even though he was young, God has given the privilege to see the visions of God. യോസഫിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യോസഫ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനും ശ്രേഷ്ഠനും ദൈവത്തിന്റെ ദർശനങ്ങളെ സ്വപ്നങ്ങളെ കാണുന്നവനും ആയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആ സ്വപ്നങ്ങളോടുകൂടെ അതേ സ്തോത്രം, ഹല്ലേലൂയ, അതേ ദൈവം അതേ ഒരു പെയിനിന്റെ, ഒരു ചെറിയ പെയിനിന്റെ അതേ സ്തോത്രം കിറ്റൂടെ അവനെ ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവൻ കണ്ടതായ ദർശനത്തിനും അതിന്റെ ഫുൾഫില്ലിനും ഇടയ്ക്കായി അത് ജീവിതത്തിൽ പ്രതികൂലത്തിന്റെയും പ്രയാസത്തിന്റെയും വേദനയുടെയും അനുഭവങ്ങളിലൂടെ യോസഫ് കടന്നുപോയതായ അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Even though he saw the visions from God Almighty, praise the Lord, at the same time he went through some kind of pain in his life. Praise the Lord, hallelujah. അത് നമ്മെ തകർത്ത് കളയുവാനാണ് വിനയവും അതേ കർത്താവാരെന്ന് അതേ വേദനയുടെ നടുവിൽ വെളിപ്പെട്ട് ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുവാനായി ദൈവം അതേ കഷ്ടതയുടെ നടുവിൽ അത് വിടുവിക്കുന്നവനാണെന്ന് ദൈവം അതേ തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയെ അതേ ശക്തിയായി ഉപയോഗിക്കുമെന്ന് അതേ സ്തോത്രം ദൈവത്തെ കുറിച്ച് കൂടുതൽ അനുഭവിച്ചറിയുവാൻ അതേ ദൈവം സ്തോത്ര അനുഗ്രഹങ്ങളോടുകൂടെ അതേ ചെറിയ പെയിനിന്റെ അനുഭവം കൂടെ നമ്മുടെ ജീവിതത്തിൽ അത് കൂട്ടിച്ചേർത്ത് നൽകുന്ന ദൈവമാണ് ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തെ അതേ മറന്നുപോകാതെ, ദൈവാനുഗ്രഹങ്ങളിൽ നിന്ന് അകന്നു മാറാതെ, പ്രൈസ് ദി ലോർഡ്, അതേ ദാനം നൽകിയ ദൈവത്തെക്കാൾ ദാനത്തെ സ്നേഹിച്ച് അതേ സ്തോത്രം ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുവാൻ അതേ ദാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം അതോട് ചേർന്ന്, പ്രൈസ് ദി ലോർഡ്, many times he will give a kit of pain along with that blessing. Praise the Lord, hallelujah. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ സ്തോത്രം ശക്തമായി ദൈവത്തിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസും ശീലാസും അന്ന് പകൽക്കാലം ഉപയോഗിക്കപ്പെടുവാനായി തീർന്നു. Praise the Lord, hallelujah. അതേ സ്തോത്രം, maybe they are rejoicing in the presence of God. അതേ hallelujah. After the ministry in the evening time, they go back to the house of Lydia, saying to God Almighty, oh, you are a mighty God, you are doing great things for His people. Praise the Lord. Within a short period, you did a marvelous thing in the city of Philippi and established a strong church. Praise the Lord, hallelujah. Miracles took place and God cast out the demon. Praise the Lord, hallelujah. And God is a deliverer God, hallelujah. They are saying to God and they are experiencing that miracle with one another. Praise the Lord. They are sharing God's miracle hands of one another. Praise the Lord. All of a sudden something took place in their life which is unfavorable to them. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ അതേ ഹല്ലേലൂയ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് സന്തോഷത്തോട് ദൈവത്തിലൂടെ ചെയ്ത ആ പട്ടണത്തിൽ ദൈവത്തിന്റെ അമാനുഷികമായ പ്രവൃത്തി ചെയ്ത് അതേ സ്തോത്രം, ഹല്ലേലൂയ, അതേ സക്സസ്ഫുൾ ആയ ഒരു സഭയ്ക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ അവരെ ദൈവം ഉപയോഗിക്കുന്നല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് അതേ ഭവനത്തിലേക്ക് കടന്നുപോകുന്ന യാത്രയിൽ, പ്രൈസ് ദി ലോർഡ്, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത അതേ സ്തോത്രം സന്തോഷം നൽകാത്ത ഒരു അനുഭവം അവരുടെ ജീവിതത്തിലേക്ക്
അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതെ, people of God, whenever we are rejoicing in the presence of God, whenever we are used by God, praise the Lord, at the same time there may be unexpected, unfavorable things may happen in our Christian life. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതേ പ്രതീക്ഷിക്കാത്തതായ തിന്മകൾ, അതേ ഹല്ലേലൂയ, ആഗ്രഹിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതേ യോസഫ് സ്വപ്നം കണ്ടവനാണെങ്കിലും ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ സ്വപ്നം നിമിത്തം അതേ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിലൂടെ അനേക അതേ അനുഭവങ്ങളിലൂടെ യോസഫ് കടന്നു പോകാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. God is the one who gave the vision. Praise the Lord. It is a blessing from God Almighty. Praise the Lord. At the same time, praise the Lord, he went through different kinds of life situations, pains. Praise the Lord. Hallelujah. In the midst of that, God Almighty was with him, and hallelujah, God Almighty strengthened him, and God enabled him to see the fulfillment of that vision in his life. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല അത് പിന്നെ നാം അത് വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ അതേ സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതേ ഹല്ലേലൂയ, when we think about the life story of Moses, he became a great leader in the midst of the people of Israel. But before becoming the leader of Israel, God allowed him go through some kind of pain in his life, some kind of unfavorable life situation in his life. God allowed him to go through a wilderness experience. Praise the Lord. Hallelujah. Before he became the leader of Israel. Praise the Lord. Hallelujah. അപ്പോൾ അതേ ജീവിതത്തിൽ അതേ പ്രതീക്ഷിക്കാത്ത ജീവിതാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായ ആവശ്യമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായത് പുറത്തു വരുവാനായി പ്രൈസ് ദി ലോർഡ് മോശയെ ദൈവം അതേ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് അയച്ച് അവനെ അതേ പണിഞ്ഞ് അവനെ സ്തോത്രം അതേ ഉപയോഗമുള്ളവർ മാത്രമായി ദൈവം അവനെ മിസ്രയീമിലേക്ക് ദൈവത്തിന്റെ വ്യക്താവായി, ദൈവത്തിന്റെ പ്രവാചകനായി, ദൈവത്തിന്റെ അതേ ദൈവത്തിനും ജനത്തിനും അതേ നിൽക്കുന്ന മധ്യസ്ഥനായി ഹല്ലേലൂയ ദൈവം അവനെ അയക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. പറഞ്ഞതിന് താല്പര്യം അത് ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ അതേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു പക്ഷേ ലളിതമായ ഒരു പെയിനിന്റെ അനുഭവം കൂടെ ചേർന്ന് അതിൽ നാം തകർന്നു പോകാതിരിക്കുവാൻ, നാം നിഗളിച്ചു പോകാതിരിക്കുവാനായി ദൈവാനുഭവത്തിലൂടെയും നമ്മളെ കടത്തി വരുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. When we think about the life story of Apostle Paul, he was a great missionary, he was a great visionary. Praise the Lord. Hallelujah. He so opened the heaven for him, and he was taken, praise the Lord, spiritually the third heaven. Praise the Lord. Hallelujah. With that experience, God has given a small pain in his life. Praise the Lord. Hallelujah. അവൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അതേ ജഡത്തിൽ ഒരു ശൂലം നൽകിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, അതേ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അതേ ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ praise the Lord. Hallelujah. അനുഗ്രഹത്തോടുകൂടെ അതേ നാം ദൈവത്തിൽ അകന്നു പോകാതിരിക്കുവാൻ, ദൈവത്തെ മറക്കാതിരിക്കാൻ, praise the Lord, ദൈവത്തെ തെറ്റിച്ചു പറയാതിരിക്കാൻ, praise the Lord, കഷ്ടതയുള്ളതായ ചില അനുഭവങ്ങളിലൂടെ അതിനോട് ചേർന്ന് അനുഗ്രഹമായി ദൈവം നമുക്ക് നൽകാറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് നമ്മെ തകർത്ത് കളയുവാനല്ല, പിന്നെയോ അതേ ഹല്ലേലൂയ ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാനായി അതേ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കുന്ന പോലെ with every blessing God has, oh hallelujah, added a small kit of praise of pain and suffering along with that. That is not destroying us. It would be a benefit for our Christian life. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെയും പ്രൈസ് ദി ലോർഡ് അതേ നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം അതേ എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ, ഏഷ്യ മൈനറിലുള്ളതായ സകല സഭകളുടെയും ബിഷപ്പായിരിക്കുമ്പോൾ അതേ യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം അതേ പത്മോസിലേക്ക് നാട് കടത്തുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. He was holding a high position among the Christian people. Praise the Lord. He was the leader. Hallelujah. At the same time we saw that God has sent praise the Lord in the island of Patmos. Praise the Lord. Hallelujah. നമുക്ക് ഇപ്രകാരം ഒരുപക്ഷെ മാനുഷികമായി ചോദിക്കാം, ദൈവമേ നിനക്ക് വേണ്ടി അധികം ജ്വലിച്ച് പ്രകാശിച്ച് മറ്റപ്പോസ്തലന്മാരെല്ലാം അതേ രക്തസാക്ഷികളായി മരിച്ച് അവസാനിച്ചപ്പോൾ അതേ ഒരു അപ്പോസ്തലനെ നീ അതേ ജീവനോട് ശേഷിപ്പിച്ച് അതേ ഏഷ്യമായുള്ളതായ സകല സഭയ്ക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ദൈവമേ അവനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് പത്മോസിന്റെ ജീവിതാനുഭവത്തിലേക്ക് അവനെ പറഞ്ഞുവിട്ടത്? ദൈവത്തിന്റെ സ്തോത്രം. അവിടെ അതേ പത്മോസ് ലേഖനായി യേശുവിന്റെ നാമവും അതേ ഹല്ലേലൂയ
ഹല്ലേലൂയ, അതേ ദൈവവചനവും നിമിത്തം അതേ പത്മോസിൽ ദ്വീപിലായിരുന്ന യോഹന്നാൻ അതേ ദൈവത്തിന്റെ സന്നിധിയിൽ വിവിധ ഭാരത്തോടുകൂടി ആയിരിക്കുമ്പോൾ അതേ we see a beautiful picture there in the midst of Patmos experience. God opened the heaven for him and so revealed the future mystery of the church. Praise the Lord, hallelujah. ദൈവമക്കൾക്ക് അത് ഭാവിയിൽ വരുവാനുള്ളതായ വലിയ വെളിപ്പാടുകളുടെ ഒരു മർമ്മം അത് മറനീക്കി യോഹന്നാന് പത്മോസിലായിരുന്നപ്പോൾ ദൈവം നൽകുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം പ്രതീക്ഷിക്കാത്തതായ അൺഎക്സ്പെക്ടഡ് അത് തിങ്സ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ we may question God Almighty, why God is why, oh hallelujah, me alone, me going through this kind of painful situation. Praise the Lord. That time God is saying, wait God, wait child of God, you are going to see the miracles of God in the midst of the sufferings. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം അതേ അപ്പോസ്തലനായ പൗലോസ് അതേ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ എഴുതുവാനിടയായിത്തീർന്നു. ഈ ലേഖനങ്ങളൊക്കെ പുറത്തു വരുവാനിടയായിത്തീർന്നത് അവന്റെ സുഖ കാലഘട്ടത്തിലല്ല. When he was in prison for the sake of the gospel. Praise the Lord. When we are in pain and agony, praise the Lord, hallelujah, God has imparted the heavenly wisdom and revelation to write down the epistles of the Bible. Praise the Lord, hallelujah. അങ്ങനെയെങ്കിൽ അത് ജീവിതത്തിൽ നാം ആഗ്രഹിക്കാത്ത പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ praise the Lord, അതിന് പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. In every painful situation, God has a purpose and plan out of that. Praise the Lord. When we faithfully serve the Lord, when we faithfully, praise the Lord, humble ourselves and be faithfully patient enough for the Lord Almighty, hallelujah, God will take us in another level. Praise the Lord, hallelujah. അപ്പോൾ നാം കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളിൽ അത് വിശ്വസ്തരായി കർത്താവിനെ സേവിക്കുമ്പോൾ അത് ദൈവം മറ്റൊരു മണ്ഡലത്തിലേക്ക് ഉയർന്നതായ ഒരു വഴിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ ഇടയായി തീരും. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. Here we see the same experience in the life and ministry of Apostle Paul and Silas. Praise the Lord. After their successful ministry, they were beaten and dragged through the street. Praise the Lord. Finally, the judge sentenced them criminals and put them into the jail. Praise the Lord, hallelujah. അപ്പോൾ അവരെ മൃഗീയമായി മർദ്ദിച്ച് അതേ സ്തോത്രം അതേ തെരുവിലൂടെ വലിച്ചഴിച്ച് അതേ വസ്ത്രങ്ങൾ പറിച്ചുരിഞ്ഞ് കോലുകൊണ്ട് അടിച്ച് അവരെ അവസാനം ജയിലിലാക്കിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. Praise the Lord. അതേ അക്കോർഡിംഗ് ടു ദി ജൂയിഷ് custom law, praise the Lord, a person cannot beat more than 40 times. Praise the Lord, hallelujah. Therefore they will when they are beaten, praise the Lord, they only whip them 39 times. Praise the Lord. എന്നാൽ അത് റോമൻ നിയമത്തിന് അത് ബാധകമല്ല. Praise the Lord. അത് ജഡ്ജിക്ക് ഏതെങ്കിലും വിധത്തിൽ ഏത് വിധത്തിലും അത് വിധിക്കുവാൻ സാധ്യതയുണ്ട്. തന്റെ നീതി വിധി പുറപ്പെടുവിക്കുവാൻ അത് സാവകാശമുണ്ട്. Praise the Lord. ഇവിടെ നാം കാണുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ റോമൻ നിയമത്തിന് അധീനരായി ദൈവത്തിന്റെ സ്തോത്രം അപ്പോസ്തലന്മാരെ ഇപ്പോൾ അതേ ഹല്ലേലൂയ അതേ സൈന്യാധിപന്റെ ജഡ്ജിയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേ സ്തോത്രം. നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത അതേ മാർഗത്തെ പ്രസംഗിക്കുന്നവർ, നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത നാമത്തെ പ്രസംഗിക്കുന്നവർ എന്ന് പറഞ്ഞ് അതേ അവരെ അതേ രാജ്യദ്രോഹം ചുമത്തി അവരെ വളരെ അടുപ്പിച്ച് വളരെ ദണ്ഡിപ്പിച്ച് അതേ സ്തോത്രം തെരുവിലൂടെ വലിച്ച് അതേ അവരിപ്പോൾ അതേ കാരാഗൃഹത്തിലായിരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അതേ കാരാഗൃഹത്തിൽ കടന്നു ചെന്നിട്ടുള്ള ഒരു വ്യക്തിയും അവിടെ പാട്ടുപാടുകയോ അത് സ്തുതിക്കുകയോ ചെയ്യുന്ന അനുഭവം ഇതിനു മുൻപ് അതേ തടവറയിൽ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുവരെ ഉണ്ടാകാത്തതായ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് അന്ന് രാത്രിയിൽ അതേ തടവറയിൽ നടക്കുവാൻ ഇടയായി തീർന്നത്. A strange experience took place in the midst of that prison. Praise the Lord, hallelujah. In many occasions, a prisoner came in the prison. Praise the Lord. They were accusing each other. They were cursing each other. They were crying, and they never rejoiced in the midst of their suffering experience. But we see a strange experience here in the life of Apostle Paul and Silas. They were rejoicing in the presence of God. They began to worship and praise God. Praise the Lord, hallelujah. In the midst of suffering experience. അവരുടെ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്ന അനുഭവം, അത് ശരീരം മുഴുവനും അത് അടിയേറ്റതിന്റെ ഫലമായി അത് വേദന അനുഭവിക്കുന്ന അനുഭവം, അത് സന്തോഷിക്കുവാനോ പാടുവാനോ അത് ഹല്ലേലൂയ അത് സ്തുതിക്കുവാനോ കഴിയാത്ത
അതേ സ്തോത്രം. അങ്ങനെയുള്ളതായ സാഹചര്യത്തിന് നടുവിലായിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസും സീലാസും പാടി ദൈവത്തെ സ്തുതിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. Praise the Lord. Hallelujah. They used their sufferings as a stepping stone for God's intervention. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസും സീലാസും അതേ കാരാഗൃഹത്തിലായി എന്നുവെങ്കിലും Praise the Lord, അവർക്ക് വേദനയുണ്ടെങ്കിലും Hallelujah, അതേ സ്തോത്രം നീറുന്ന അനുഭവം ഉണ്ടെങ്കിലും അതേ സ്തോത്രം അതേ വേദനയുടെ അനുഭവം ദൈവപ്രവൃത്തിക്കായി അതേ Hallelujah ചേരൊരുക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം അതേ അവരെ ഉപയോഗിച്ചു. അവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരെ അത് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ അതേ സകല വേദനകളും അതേ സകല ഭാരങ്ങളും ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി അതേ ചേരൊരുക്കുന്ന അനുഭവം അതേ ആയി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. God can turn around our sorrows into victory. God can turn around our pain into rejoice situation. Praise the Lord. When we humble ourselves and rejoice in the midst of painful situation. Praise the Lord. Hallelujah. The Apostle Paulus സീലാസും അത് അവിടെ ആയിരിക്കുന്ന തടവുകാരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ വേദനയുടെ നടുവിൽ ഭാരപ്പെടുത്തുന്ന ജീവിതാന്തരീക്ഷത്തിൽ അതേ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ Praise the Lord. Hallelujah. ആര് നിമിത്തം അവർ തടവിലേക്ക് പോയോ അതേ സ്തോത്രം ആ കർത്താവ് അതേ അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. Praise the Lord. God shaken the foundation of the prison when they are praising God Almighty. Praise the Lord. നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ അതേ നമ്മുടേതായ Praise the Lord അസ്വസ്ഥതകളെ മാറ്റുവാൻ വേദനകളെ സന്തോഷമാക്കുവാൻ നമ്മുടേതായ നിരാശയെ പ്രത്യാശയാക്കുവാൻ ആമേൻ. Praise the Lord. ഒരു ദൈവ പൈതൽ അതേ കഷ്ടതയുടെ നടുവിൽ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ അതേ സ്തോത്രം അതിൽ പ്രസാദിക്കുന്ന ദൈവം ഹല്ലേലൂയ നമ്മുടെ കഷ്ടതകളെ ദൈവമഹത്വത്തിന്റെ വേദിയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് അപ്പോസ്തലനായ പൗലോസിന്റെയും സീലാസിന്റെയും ജീവിതാനുഭവത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Praise the Lord. Hallelujah. Glory. With their physical condition never allowed them to praise, but inwardly they are strong. Praise the Lord. Hallelujah. അവർ അർദ്ധരാത്രിയിൽ പാടുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവപൈതലിന്റെയും അല്ലാത്തവരുടെയും ജീവിതത്തിൽ അത് ഒരുപോലെ അതേ സ്തോത്രം ദൈവത്തെ സേവിക്കുന്നവന്റെയും സേവിക്കാത്തവന്റെയും ജീവിതത്തിൽ അർദ്ധരാത്രിയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന് പൗലോസിന്റെ ജീവിതാനുഭവത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Praise the Lord. No matter whether you are a child of God or not, praise the Lord. Hallelujah. The midnight experience will come and hit everybody's life. Praise the Lord. Hallelujah. അതേ സ്തോത്രം ജീവിതത്തിന്റെ അർദ്ധരാത്രിയുടെ അനുഭവം അതേ ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. In the midst of midnight experience, how we are reacting to God and in the situation that is matter to God. Praise the Lord. Hallelujah. അതേ ജീവിതത്തിൽ അത് കഷ്ടതയുടെ അനുഭവം കടന്നു വരുമ്പോൾ, ബന്ധിക്കപ്പെട്ട അനുഭവം കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ അർദ്ധരാത്രിയുടെ അനുഭവം കടന്നു വരുമ്പോൾ നാം ദൈവത്തിന്റെ മുൻപാകെ എപ്രകാരം പ്രതികരിക്കുമോ ആ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരുവാൻ ഇടയായി തീരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. When they were in prison, their leg and hands were in chain. Praise the Lord. Their body was hurting, a lot of pain. In the midst of that situation, they began to praise and rejoice and shout for the glory of God. Hallelujah. God heard their voice and they honored them. God honored them in the midst of their sufferings. Praise the Lord. Hallelujah. അതേ ജീവിതത്തിലെ അർദ്ധരാത്രിയുടെ അനുഭവം കടന്നു വരുമ്പോൾ യോബിനെ പോലെ അതേ അപ്പോസ്തലനായ പൗലോസിനെ പോലെ സീലാസിനെ പോലെ അതേ ദൈവമഹത്വം ചോരാതെ അത് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതിന്റെ നടുവിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. Praise the Lord. Hallelujah. യോബ് അതേ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതേ സ്തോത്രം. Hallelujah. അതേ തനിക്കെല്ലാം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ഭാര്യ അതേ സ്തോത്രം അവനെ ആത്മഹത്യക്കായി അത് പ്രേരിപ്പിക്കുന്ന അനുഭവം അതേ സ്തോത്രം. Hallelujah. അതേ എല്ലാം ഉണ്ടായിരുന്ന അതേ യോബ് പെട്ടെന്ന് ഒരു പാപ്പരായി തീരുവാനിടയായി തീർന്നു. ശരീരം മുഴുവൻ വെള്ളത്താൽ നിറയുവാനിടയായി തീർന്നു. അതേ സ്നേഹിതന്മാരെന്ന് പറഞ്ഞ അതേ സ്തോത്ര പ്രിയപ്പെട്ടവർ വട്ടം വരുന്ന് അതേ അവന്റെ മുഖത്ത് നോക്കി അവനെ പരിഹസിക്കുമ്പോൾ അതിന്റെ നടുവിൽ അതേ പിശാചു കേൾക്ക്, ദൈവം കേൾക്ക്, പ്രൈസ് ദി ലോർഡ്, അതേ സ്നേഹിതന്മാർ കേൾക്ക്, ലോകം കേൾക്ക്. അവൻ വിളിച്ചു പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. In the midst of suffering, in the midst of agony, in the midst of denial,
by everybody. Praise the Lord. Hallelujah. He declared his faith and commitment and hallelujah to God Almighty. He declared that I will stand for God. I will prove my integrity. I will faithfully serve the Lord, whatever may be the course. Praise the Lord. അതുപോലെ അത് ജീവിതത്തിന്റെ അർദ്ധരാത്രിയുടെ ജീവിതാനുഭവം കടന്നു വന്നപ്പോൾ praise the Lord. Hallelujah. പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അതേ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി ദൈവം അതേ പ്രസന്റ് ഫൗണ്ടേഷനെ ഇളക്കുവാനിടയായി തീർന്നു. അത് അവിടെ വായിക്കുന്നത് അതേ സ്തോത്രം, അതേ തടവുകാരുടെ ചങ്ങലകൾ മുഴുവനും അഴിഞ്ഞു പോകുന്ന അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം അതേ ഒരു തടവറയിൽ അതേ സൂക്ഷിച്ചിരിക്കുന്ന തടവുകാർ പ്രൈസ് ദി ലോർഡ് അതേ തടവറയുടെ വാതിലുകൾ തുറന്നാൽ, ചങ്ങലകൾ കഴിഞ്ഞാൽ അത് അവരുടൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവമാണ് ആ ഭൂകമ്പം അയച്ചത്, ദൈവമാണ് അത് മിഡ് നൈറ്റ് എക്സ്പീരിയൻസ് അവിടെ അയച്ചതെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇഫ് ഗോഡ് ഈസ് the one who sent the midnight experience in the life of Apostle Paul and Silas, if God is the one who shakes the foundation of the prison, praise the Lord, hallelujah, God is well able to protect everybody in that situation. Praise the Lord. അതേ ആരും ഓടിപ്പോകാതെ, ആരെങ്കിലും ഓടിപ്പോയിരുന്നുവെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പൗലോസിന് അത് ഏൽക്കേണ്ടി വരുമായിരുന്നു എന്ന് മാത്രമല്ല, അതേ സ്തോത്രം, ഹല്ലേലൂയ, അതേ ആരാഗ്രഹ പ്രമാണം രക്ഷിക്കപ്പെടുവാൻ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ആരാഗ്രഹത്തെ പിടിച്ചു കുലിക്കിയവൻ പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ അർദ്ധരാത്രിയുടെ അനുഭവത്തെ അയച്ച ദൈവം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എല്ലാം ഭദ്രമായി പൗലോസിന് വേണ്ടി അതേ ഹല്ലേലൂയ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി അതേ സാഹചര്യങ്ങളെ ഒരുക്കി. അതേ പൗലോസും ശീലാസും മാത്രമല്ല പ്രൈസ് ദി ലോർഡ്, ആ കാരാഗ്രഹത്തിൽ ഉള്ളവർ മുഴുവനും രക്ഷിക്കപ്പെടത്തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ഒരു വലിയ പ്രവൃത്തി അന്ന് പകൽക്കാലം ഉടലെടുക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അർദ്ധരാത്രിയുടെ അനുഭവം നമ്മെ തകർക്കുവാനല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മെ നേർക്കുവാനല്ല, നമ്മെ ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതേ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ കരുതന്മാരായി തീരുവാൻ. അതേ അർദ്ധരാത്രിയുടെ നടുവിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുകളിൽ ലജിച്ചു പോയതെന്ന് വായിക്കുന്നത് പോലെ അതേ സ്തോത്രം. when we go through the pain experience, when we go through the midnight experience, when we call upon God, when we trust in the Lord Almighty, God is well able to come down and deliver us in the midst of that experience. Praise the Lord. Hallelujah. നമുക്കറിയാം ജീവിതത്തിന്റെ അർദ്ധരാത്രിയുടെ അനുഭവം കടന്നു വരുമ്പോൾ മൂന്ന് വിധത്തിൽ പ്രതികരിക്കുന്നവരെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. When the midnight experience comes in our life, in the life of a person, we can see three different kinds of response in the midst of midnight experience. ദൈവത്തിന്റെ സ്തോത്രം. അവിടുന്ന് വായിക്കുന്നത് 27-ാം വാക്യം നാം വായിക്കുമ്പോൾ, കാരാഗ്രഹ പ്രമാണം ഉറക്കമണന്നു, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. Praise the Lord. We see in the midst of midnight experience comes in a person's life three kinds of responses, three kinds of attitude we can see in that chapter. Praise the Lord. Hallelujah. In the midst of the midnight experience come and hit in the life of Apostle Paul and Silas. They looked to God. That was their response. They could have looked different ways and they could have escaped from there. But praise the Lord, in the midst of midnight experience come in the life of Apostle Paul and Silas. Oh, hallelujah. Praise the Lord. They looked to God in prayer. They began to worship and praise God. They realized that God is the answer of in every midnight experience. Praise the Lord. God only can intervene in that situation. God can turn around their midnight experience into a morning experience. Praise the Lord. Hallelujah. അതേ ജീവിതത്തിന്റെ അർദ്ധരാത്രിയെ പ്രഭാതയാമമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നും അതേ ഞങ്ങളുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രിയുടെ അനുഭവത്തെ ദൈവപ്രവൃത്തിക്കായി അതേ ഹല്ലേലൂയ അതേ ഒരുക്കുന്ന ദൈവത്തിന്റെ ശേലാക്കി മാറ്റുവാൻ കഴിയുമെന്ന് അതേ അപ്പോസ്തലനായ പൗലോസും അതേ ശീലാസും വിശ്വസിച്ച് ദൈവമുഖത്തേക്ക് നോക്കി അവർ പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുവാനിടയായി തീർന്നു. അതെ രണ്ടാമത് ഒരു കൂട്ടരുടെ അതേ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ അർദ്ധരാത്രിയുടെ അനുഭവം കടന്നു വരുമ്പോൾ അതേ ലോകത്തിൽ മറ്റൊരു കൂട്ടർ ചെയ്യുന്നത് they are trying to destroy themselves. People are trying to suicide
themselves in the midst of midnight experience. Praise the Lord. Hallelujah. അത് ജീവിതത്തിൽ അർദ്ധരാത്രിയുടെ അനുഭവം, പ്രതികൂലത്തിന്റെ ജീവിതാനുഭവം കടന്നു വരുമ്പോൾ അതേ സ്തോത്രം. Hallelujah. ഒരു കൂട്ടർ വിശ്വസ്തരായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ അതേ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അനുഭവം, അത് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ അതേ കാരാഗ്രഹ പ്രമാണി അതേ സ്തോത്രം ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. Praise the Lord. Hallelujah. Oh, some people, when the problems comes, they are thinking, oh, hallelujah, escape from the life. Suicide is the solution for, praise the Lord, this problem. Praise the Lord. Hallelujah. Another group we see, they are searching the light. Praise the Lord. അതേ അർദ്ധരാത്രിയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ മറ്റൊരു കൂട്ടരെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് വെളിച്ചം അന്വേഷിക്കുന്നവർ. Praise the Lord. But they don't know who is the light. Praise the Lord. When they look outside, many so-called lights are there. Praise the Lord. Many pretended lights are there. Praise the Lord. Satan, we know that Satan is pretending, acting like the angel of light. Praise the Lord. Even though he is full of darkness, but he is pretending and pretending and counteract act like an angel of light. Praise the Lord. Hallelujah. അപ്പോൾ അതേ സ്തോത്രം, അതേ അനേകരെ വെളിച്ചം അന്വേഷിക്കുമ്പോൾ യഥാർത്ഥ വെളിച്ചത്തെ കാണുവാൻ കഴിയാതെ, മനസ്സിലാക്കുവാൻ കഴിയാതെ അതേ സ്തോത്രം സ്വയം അതേ വെളിച്ചമാണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യനെ ഇരുട്ടിലേക്ക് പിന്നെയും നയിക്കുന്ന വ്യാജ വെളിച്ചങ്ങളായി അവിടെവിടങ്ങളായി നിൽക്കുമ്പോൾ ആൾ ദൈവങ്ങളായി അതേ സ്തോത്രം അതേ അനേകർ അതിനെ ഹല്ലേലൂയ അതേ ദൈവങ്ങളാക്കിയവർ അതേ വെളിച്ചങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വശീകരിച്ച് നിത്യമായ അതേ അന്ധകാരമാകുന്ന നരകത്തിലേക്ക് തള്ളി നീക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പൗലോസ് പറയുകയാണ്, അവൻ വെളിച്ചം അന്വേഷിച്ച് തന്നെത്താൻ കൊല്ലുവാൻ കാരാഗ്രഹമാണ് അതേ സ്തോത്രം ശ്രമിക്കുമ്പോൾ അതേ പൗലോസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. In the midst of darkness experience, people are searching for light. They don't know who is light. They are confusing about the light. Praise the Lord. Hallelujah. But when we come forward, the people of God come forward in that situation. And likewise, Apostle Paul, we have to say to the people, those who are in darkness, we are, hallelujah, we are all here. Praise the Lord. Don't harm yourself. Praise the Lord. Only God can deliver you. എന്ന് പറയുന്ന മെസ്സേജ് ആണ് സുവിശേഷം. Do not harm yourself. We are here. Praise the Lord. We are here to help you. This is the message of the gospel. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, നിനക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് പറയുന്നതാണ് സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. അത് വിളിച്ചു പറയുവാൻ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ആത്മഹത്യക്കായി വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിച്ചു നിൽക്കുന്ന അതേ സ്തോത്രം കാരാഗ്രഹ പ്രമാണിയുടെ അടുക്കിലേക്ക് എഴുത്തിയാടി പൗലോസ് പറയുകയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. Praise the Lord. Hallelujah. People of God, we are living in the midst of darkness. Praise the Lord. We are the light of the world. Our spiritual responsibility, we have to come forward like Apostle Paul and say, we are all here to help you. Praise the Lord. Hallelujah. Don't harm yourself. Praise the Lord. Hallelujah. ഇതാണ് അതേ സുവിശേഷം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അത് പറയുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന ഒരു വിളക്കായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ അതേ പൗലോസ് അതേ ഒരു വിളക്ക് ആയി ജ്വലിച്ച് പ്രകാശിച്ചു. അന്ധകാരത്തിലായിരുന്ന തടവുകാർ മുഴുവനും കർത്താവിനെ ശ്രദ്ധിക്കുവാനും കർത്താവിനെ അറിയുവാനും പ്രൈസ് ദി ലോർഡ് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും അത് കാരണമായി തീർന്നു. God can turn around our darkness, midnight experience into a hallelujah morning experience in our life as well as somebody's life. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ നമ്മെ തകർക്കുവാനല്ല, പിന്നെയോ ഹല്ലേലൂയ God can perform that experience as a stage for revealing His glory and honor. Praise the Lord. Hallelujah. അപ്പോൾ അത് നിങ്ങൾക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതേ പ്രകാശം അന്വേഷിക്കുന്ന അതേ സ്തോത്രം ഹല്ലേലൂയ ആത്മഹത്യക്കായി അതേ ഓങ്ങി നിൽക്കുന്ന അതേ സ്തോത്രം ജനത്തിന്റെ നടുവിലേക്ക് പൗലോസ് ചാടി അത് പറയുകയാണ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. We are the light of the world. The Bible says in Isaiah chapter 60 verse 1 and 2, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Praise the Lord. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവയുടെ തേജസ്സ് ഉദിക്കും. Praise the Lord. In the midst of darkness experience, we are the light of the world. Praise the Lord. Hallelujah. As a light, every lamp has three functions.
in their every lamp has three functions. Praise the Lord, hallelujah. അത് വേദപുസ്തകത്തിൽ അത് കർത്താവ് വിളക്കെന്നുള്ള നിലയിൽ അത് ഒരു വിശ്വാസി, ഒരു സഭ, അതേ സ്തോത്രം കർത്താവ് ഒരു ഫംഗ്ഷൻ നമുക്ക് അതേ അന്ധകാരത്തിലായിരിക്കുന്ന ഒരു വ്യക്തി അത് ദൈവത്തിന്റെ പ്രകാശമായി ശോഭിക്കുമ്പോൾ മൂന്ന് വിധത്തിൽ അത് പ്രകാശിക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്. അത് വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ അല്ല, പറയും കീഴല്ല, തണ്ടിന്മേൽ വെക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. A lamp which supposed to shine in the home. Praise the Lord. First function of the lamp is shining in the home. അതാണ് കർത്താവ് പറയുന്നത്. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, തണ്ടിന്മേൽ വെക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. അത് മാത്രമല്ല, in the Old Testament time we see in the tabernacle and especially in the temple of God, there is a light in the tabernacle or temple of God burning throughout the day. 7 days, 24 hours, the lamp is burning. Praise the Lord, hallelujah. That means we the children of the Almighty God, we as the light of the world, we as a light, we have to shine in the temple, in the church. Praise the Lord, hallelujah. Many of us may shine in the house. Many of us, some of us may shine in the church. But Jesus said one more, another function every lamp has. അതേ കർത്താവ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതേ ഭവനത്തിലും അതേ സഭയിലും ലോകത്തിലും പ്രകാശിക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. As a light for God, we have to shine in our home. We have to shine in our church. We have to shine outside the church as well as the outside the home. Praise the Lord, hallelujah. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിലൂടെ അത് ഈ ലോകം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന് അല്പമേ സമയമുള്ളൂ എന്ന് വെച്ച് അവന് ദ്രുതഗതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിശാചിന് അല്പം മാത്രമേ സമയമുള്ളൂ എന്നവൻ മനസ്സിലാക്കി അവൻ പ്രവർത്തിക്കുമ്പോൾ അതേ സ്തോത്രം, ഹല്ലേലൂയ, വെളിച്ചങ്ങളായി അത് വിളിക്കപ്പെട്ട നാം അതേ വെളിച്ചം എന്നുള്ള നിലയിൽ അന്ധകാരത്തിൽ പ്രകാശിക്കുവാൻ, അത് നിങ്ങൾക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വെളിച്ചവുമായി വെളിച്ചം അന്വേഷിക്കുന്നവന്റെ അടുക്കലേക്ക് വെളിച്ചമാകുന്ന യേശു വിഷ്ണുവിനെ പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. When we pray and praise, God will deliver us. Praise the Lord, God will deliver others. അതേ പ്രിയപ്പെട്ടവരെ, അതേ ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന നമുക്കും വിടുതൽ, ആരാധന ശ്രദ്ധിക്കുന്നവർക്കും വിടുതൽ. Praise the Lord, hallelujah. Oh, in every praise the Lord, hallelujah, worship, in every praise, in every prayer, it has two effect. Praise first result bring in our own life and also others life. Praise the Lord, hallelujah. അതേ പൗലോസും ശീലാസും ആരാധിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു, അവർ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. എന്ന് മാത്രമല്ല, ആരാധന ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നതായ ജനങ്ങൾക്കും വിടുതലായി തീരുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ, പ്രതീക്ഷിക്കാത്ത ജീവിതാനുഭവങ്ങൾ, അതേ വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വെല്ലുവിളിയുടെ നടുവിൽ നിരാശപ്പെട്ട് അതേ സ്തോത്രം, അതേ ഹല്ലേലൂയ, അത് തലകുനിച്ചിരിക്കുവാനല്ല പിന്നെയോ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അത് ആരാധിക്കുമ്പോൾ praise the Lord, hallelujah, God can turn around our sorrows into a victory. Praise the Lord, God can turn around our midnight experience to a glorified morning. Praise the Lord, hallelujah. അപ്പോൾ അതേ സ്തോത്രം പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവർക്ക് വിടുതൽ എന്ന് മാത്രമല്ല, അത് ശ്രദ്ധിച്ച അത് പ്രിയപ്പെട്ടവർക്കും വിടുതലായി തീരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത് അതേ കാരാഗ്രഹ പ്രമാണം ചോദിക്കുകയാണ്, അതേ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. What must I do to be saved? This is the most important question one can ask in their lifetime. Praise the Lord. Paul's response is, believe in the Lord, you will be saved. Praise the Lord, hallelujah. അതേ ജീവിതത്തിൽ അന്ധകാരത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനെ കൂടാതെ ജീവിക്കുന്ന അസമാധാനത്തിൽ, അത് വിധിമുറുക്കത്തിൽ, അത് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ പ്രൈസ് ദി ലോർഡ് അതേ ഹാല് ജീവിക്കുന്ന ഒരുവന് അതേ സ്തോത്രം ദൈവത്തോട് അതേ ദൈവദാസന്മാരോട് ചോദിക്കുവാൻ കഴിയുന്ന അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യം, ചോദിക്കേണ്ട ചോദ്യം, what must I do to be saved? Praise the Lord. The answer is, believe in the Lord, you will be saved. Hallelujah. കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. Saving faith is much more than a regular faith. We can see two kinds of faith. A regular faith, that may everybody has a common faith, but a saving faith is more than that. Praise the Lord. A saving faith is much more than
a regular faith. It causes us to come near to God Almighty. It causes us to trust in Him. It causes us to remain in Him. Praise the Lord. Hallelujah. അതേ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന അനുഭവം, കർത്താവിൽ ആശ്രയിക്കുന്ന അനുഭവം, കർത്താവിൽ തുടരുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. അതാണ് അതേ സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതേ കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ ആ വാർത്ത ദൈവത്തിന് സ്തോത്രം ഗുഡ് ന്യൂസ് ആയി. അതേ കാരാഗ്രഹമാണ് ഏറ്റുകഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം അവന് ലഭിച്ചതായ ആ വലിയ വിടുതൽ എന്ന് കേൾക്കാനും ഓർത്തപ്പോൾ, കാരണം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും പുള്ളി രക്ഷപ്പെട്ടു പോയാൽ അവന്റെ ശിക്ഷ അതെ അവനെ കാവൽ ചെയ്യുന്ന വ്യക്തി ഏറ്റെടുക്കണമെന്നാണ് റോമൻ നിയമം. പ്രൈസ് ദി ലോർഡ്. അതെ ദൈവത്തിന്റെ വലിയ ഇന്റർവെൻഷൻ ഉണ്ടായി. അതെ കാരാഗ്രഹം അതെ പ്രൈസ് ദി ലോർഡ് അതെ ഇളകി മറിയുന്ന ഭൂകമ്പം ഉണ്ടായി. അതെ തടവുകാട് മുഴുവനും അതെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്നിട്ടും ആരും ഓടി രക്ഷപ്പെടാതെ ദൈവം സൂക്ഷിച്ച് തന്റെ അതെ പ്രാണനെയും സൂക്ഷിച്ച ദൈവത്തിന്റെ മാനുഷികമായ പ്രവൃത്തി കണ്ട് പ്രൈസ് ദി ലോർഡ് അതെ അർദ്ധരാത്രിയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഫേവർ കണ്ട് അതെ പൗലോസ് സന്തോഷിച്ചതുപോലെ അവനും സന്തോഷിക്കുവാനിടയായി തീർന്നു. അന്ന് രാത്രി അവൻ കൊല്ലപ്പെടേണ്ടതായ അനുഭവമായിരുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അർദ്ധരാത്രി അതെ ദൈവത്തിന്റെ പ്രത്യേക ഫേവർ ആരാധിച്ച് ദൈവത്തിനുണ്ടായപ്പോൾ അതിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ കാരാഗ്രഹപ്രമാണിയും കുടുംബവും കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്ന പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് ദൈവത്തിൽ വിശ്വസിച്ചവർ വീടടക്കം ആനന്ദിച്ചു. അവിടെ വായിക്കുന്നത് അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താൻ തനിക്കുള്ളവരെല്ലാം താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. Praise the Lord. We see the praise the Lord. Hallelujah. Prison authority, authorized person. Praise the Lord. Hallelujah. Hallelujah. Oh, praise the Lord. Clean the wounds of apostles. Praise the Lord. At the same time, he cleaned his praise the Lord. Oh, hallelujah. Guilty wounds. Praise the Lord. Hallelujah. Then great miracles took place. അപ്പോസ്തലന്മാരുടെ മുറിവുകളെ കഴുകിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ദൈവം അവന്റെ പാപത്തിന്റെ മുറിവുകളെ കഴുകി പ്രൈസ് ദി ലോർഡ് അവനെ ശുദ്ധീകരിച്ച് അവൻ ആ സഭയുടെ അംഗമായി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. പ്രിയപ്പെട്ടവരെ, അതേ അന്ധകാരം നിറഞ്ഞ യൂറോപ്പ് പട്ടണത്തിൽ ദൈവത്തിന്റെ വേലയുമായി കടന്നു വന്ന അതേ സ്തോത്രം അതേ അപ്പോസ്തലന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ വഴികളെ തുറക്കുന്ന അനുഭവം. ഒന്നാമതായി ധനികയായ ഒരു സ്ത്രീ പ്രൈസ് ദി ലോർഡ് അതേ ഹല്ലേലൂയ കർത്താവിന്റെ അതേ വിശ്വസിച്ച ഹൃദയം അതേ കർത്താവിന് വേണ്ടി കൊടുത്തു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൾ പറയുന്നു, നിങ്ങൾ എന്നെ അതേ വിശ്വസ്തത എന്ന്